മക്കളെ, നമ്മൾ ഇന്ന് പാഠം 8 പെയ്യട്ടങ്ങനെ പെയ്യട്ടെ എന്ന പാഠത്തിലെ പ്രവർത്തന പുസ്തകമാണ് ചെയ്യുന്നത്. ടീച്ചറിൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടീച്ചർ പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ നോട്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, നൽകി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ പുസ്തകമൊക്കെ എടുത്ത് ശ്രദ്ധയോടിരുന്ന് കേട്ടുകൊള്ളൂ. പാഠം 8 പെയ്യട്ടങ്ങനെ പെയ്യട്ടെ. നോക്കിക്കോളൂ. തവളയുടെ ചിത്രം വരയ്ക്കൂ അല്ലേ? പുസ്തകത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? തവളയുടെ ചിത്രം വരയ്ക്കാനല്ലേ? നിങ്ങളെല്ലാവരും അവിടെ ഒരു തവളയുടെ ചിത്രം വരയ്ക്കണം കേട്ടോ. പിന്നീട് നമ്മുടെ തവള പറയുന്നതായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കുളവും വറ്റി, ആ കുളവും വറ്റി, വറ്റാത്ത കുളമുണ്ടാവുമോ? ഡാഷ് ഇട്ടേക്കുന്നിടത്ത് നമ്മൾ കുളം എന്ന് എഴുതണം കേട്ടോ. ആ കുളവും വറ്റി എന്നാക്കണം കേട്ടോ. പിന്നീട് എന്താണ്? തവളക്കുളം തേടി പുറപ്പെട്ടു. നമുക്ക് തേടി പുറപ്പെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ നോക്കി പുറപ്പെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ അന്വേഷിച്ചു പുറപ്പെട്ടു എന്നും പറയാം അല്ലേ? അപ്പോൾ തവള കുളം നോക്കി പുറപ്പെട്ടു. ഡാഷ് ഇട്ടേക്കുന്നിടത്ത് നോക്കി എന്ന് എഴുതണം കേട്ടോ. തവള കുളം നോക്കി പുറപ്പെട്ടു. നമ്മൾ ചിത്രത്തിൽ ഒരു തവളയെ കാണുന്നില്ലയോ? തവളയുടെ മുഖം വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലേ. എന്താ കാര്യം? കുളത്തിലെങ്ങും വെള്ളമില്ല. അതുകൊണ്ട് തവള എന്ത് ചെയ്യാണ്? കുളം നോക്കി പുറപ്പെട്ടു. തവള ഒത്തിരി ദൂരം സഞ്ചരിച്ചു. ചാടി സഞ്ചരിച്ചു അല്ലേ? ചാടി സഞ്ചരിച്ചു, അല്ലെങ്കിൽ നമുക്കവിടെ പോയി എന്നും എഴുതാം. ഇപ്പോൾ നിങ്ങൾ ഡാഷ് ഇട്ടേക്കുന്ന അവിടെ സഞ്ചരിച്ചു എന്ന് എഴുതിക്കോ. ചാടി സഞ്ചരിച്ചു. അപ്പോൾ സഞ്ചാരിക്കാക്ക അതുവഴി വന്നു. ആരാണ് അതുവഴി വന്നത്? സഞ്ചാരിക്കാക്ക. അപ്പോൾ സഞ്ചാരിക്കാക്ക അതുവഴി വന്നു. ശേഷം അടുത്ത പേജിൽ നോക്കിക്കേ. നമുക്ക് അവിടെ തവള സഞ്ചാരിക്കാക്കയോട് സംസാരിക്കുന്നത് കാണാമല്ലേ? അവിടെ നമ്മുടെ തവള എന്താണ് ചോദിക്കുന്നത്? ആദ്യം തന്നെ ഒരു ഡാഷ് കൊടുത്തേക്കും അല്ലേ? നമുക്ക് അവിടെ എന്ത് ചോദിക്കാം? സഞ്ചാരിക്കാക്കേ. കാക്കേനെ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് നമുക്ക് പറയാം അല്ലേ? സഞ്ചാരിക്കാക്കേ, ഇവിടെ അടുത്ത് കുളമുണ്ടോ അങ്ങനെ നമുക്ക് ചോദിക്കാം അല്ലേ? അല്ലെങ്കിൽ കുളമില്ലേ അങ്ങനെ ചോദിച്ചൂടെ? ഇപ്പോൾ നമുക്കിങ്ങനെ ചോദിക്കാം. സഞ്ചാരിക്കാക്കേ, ഇവിടെ അടുത്ത് കുളമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ കാക്ക എന്താ പറയുന്നേ? ഉണ്ടല്ലോ. സഞ്ചാരിക്കാക്ക പറയുകയാണ് ഉണ്ടല്ലോ, ഇവിടെ കുളമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ തവള വീണ്ടും ചോദിക്കുകയാണ്, എവിടെയാണ്? ഡാഷ് ഇട്ടേക്കുന്നത് നമ്മൾ എന്തെഴുതണം? എവിടെയാണ്? കുളം എവിടെയാണ് എന്ന് നമ്മുടെ തവള ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സഞ്ചാരിക്കാക്ക എന്താ പറയുന്നേ? പറങ്കിമാവിൻ്റെ അപ്പുറത്ത്. പറങ്കിമാവിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? കുളമുണ്ട്. അങ്ങനെ നമ്മുടെ ആര് പറഞ്ഞു? സഞ്ചാരിക്കാക്ക പറഞ്ഞു. അടുത്തതായി അതിൻ്റെ താഴെ നമുക്ക് എന്ത് കാണാം? അപ്പോൾ കാക്ക വീണ്ടും നമ്മുടെ തവളയോട് സംസാരിക്കുകയാണല്ലേ. എന്താ ചോദിക്കുന്നേ? നീ എന്തിനാ കുളം തിരയുന്നത്? അങ്ങനെ കാക്ക ചോദിക്കുക തവളയോട്, നീ എന്തിനാ കുളം തിരയുന്നത്? അപ്പോൾ തവള എന്താ പറഞ്ഞേ? കുളിക്കാൻ. തവള പറഞ്ഞു കുളിക്കാൻ. ഞാൻ കുളിക്കാനാണ് കുളം തിരയുന്നത്. അപ്പോൾ വീണ്ടും കാക്ക ചോദിക്കുന്നുണ്ട്, കുളിക്കാനോ? അവിടെയും വെള്ളം കുറവാ. അപ്പം കാക്ക എന്താ പറയുന്നേ? കുളിക്കാനാണോ? അവിടെ വെള്ളം കുറവാ, അവിടെയും വെള്ളം കുറവാ എന്നാര് പറഞ്ഞു? നമ്മുടെ സഞ്ചാരിക്കാക്ക തവളയോട് പറഞ്ഞു. ആമ വന്നു, തവളയും വന്നു. ആമ വന്നു, അവിടെ തവളയും വന്നു. പിന്നെന്താണ്? തവള കുളക്കരയിൽ എത്തി. ഒറ്റ ചാട്ടം, ദേഹം മുഴുവൻ ചെളിയായി. തവള കുളത്തിൻ്റെ മധ്യത്തിലുള്ള പാറയിൽ കയറി. അത് പാറയല്ലായിരുന്നു, പിന്നെ ആരായിരുന്നു? നോക്കാം, ഒരു ആമയായിരുന്നു. ആരായിരുന്നു? ഒരു ആമയായിരുന്നു. ആമ നോക്കി, ഒരു ഭീകര ജീവി. ആമ ഭയന്നു. ആമ എന്ത് ചെയ്തു പോയി? പേടിച്ചു പോയി. അയ്യോ, രക്ഷിക്കണേ! ആമ നിലവിളിച്ചു. പാറ നിലവിളിക്കുന്നത് കേട്ട തവളയും ഭയന്നു. ഈ പാറയാണെന്ന് കരുതിയിരുന്നേലേ തവള. അത് നിലവിളിക്കുന്നത് കേട്ടിട്ട് ആരും ഭയന്നു പോയി? നമ്മുടെ തവളയും ഭയന്നു പോയി. അയ്യോ, രക്ഷിക്കണേ! തവളയും നിലവിളിച്ചു. അങ്ങനെ തവള എന്ത് ചെയ്തു? നിലവിളിച്ചു. അപ്പോൾ ആമയും പേടിച്ചു പോയി, തവളയും പേടിച്ചു പോയി. രണ്ടുപേരും എന്താ പറഞ്ഞേ? അയ്യോ, രക്ഷിക്കണേ എന്ന് ഇങ്ങനെ നിലവിളിക്കുകയാണ് ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് താഴെ ആമയ്ക്കും തവളയ്ക്കും ഓരോന്ന് എഴുതാനായിട്ട് ബോക്സ് കൊടുത്തിട്ടില്ലയോ? അവിടെ എങ്ങനെ എഴുതണം?
2 ബോക്സിൽ നമ്മൾ എന്താ എഴുതണ്ടേ? അയ്യോ രക്ഷിക്കണേ. അങ്ങനെയാണല്ലേ. കാരണം രണ്ടുപേരും പേടിച്ച് നിലവിളിക്കുകയായിരുന്നു അല്ലേ? അതെ. അടുത്ത ചിത്രത്തിൽ നമ്മൾ ഒരു പലക കാണുന്നില്ലയോ മുകളിലായിട്ട്? അതിന് നമ്മൾ എന്താ പറയുന്നേ? പരസ്യപ്പലക. എന്താ പറയുന്നേ? പരസ്യപ്പലക. അതിൽ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? ആ കുളത്തിലുള്ള പരസ്യപ്പലകയിൽ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ബാക്കി നോക്കിക്കോ. ആമ ചോദിക്കുക നമ്മുടെ തവളയോട്, നീ ആയിരുന്നോ എന്ന് ആമ തവളയോട് ചോദിക്കുക. ബാക്കി നമ്മളവിടെ എഴുതണ്ടേ? നമുക്ക് എന്തെഴുതാം? നീ ആയിരുന്നോ? നീ എന്തിനാ എൻ്റെ കുളത്തിലേക്ക് വന്നത്? നീ ആയിരുന്നോ? നീ എന്തിനാ എൻ്റെ കുളത്തിൽ വന്നത് എന്ന് ആര് ചോദിക്കുകയാണ്? ആമ. ആമ ഇങ്ങനെ ദേഷ്യത്തിൽ നമ്മുടെ തവളയോട് ചോദിക്കുക. തവള എന്താ പറഞ്ഞേ? നിൻ്റെ കുളമോ? എന്താ പറയുന്നത്? നിൻ്റെ കുളമോ? ഇതെല്ലാവരുടെയും കുളമാ. നമ്മുടെ തവള എന്താ അപ്പം പറഞ്ഞേ? നിൻ്റെ കുളമോ? നിൻ്റെ കുളമൊന്നും അല്ല ഇത് എല്ലാവരുടെയും കൂടെ കുളമാ എന്ന് ആര് പറഞ്ഞു? തവള നമ്മുടെ ആമയോട് പറഞ്ഞു. അപ്പോൾ താഴെ കണ്ടോ ആമ സംസാരിക്കുന്നതായിട്ട് എഴുതാൻ? കണ്ടോ? ആ ഡാഷ് നോക്കൂ. ടീച്ചർ ആദ്യം പറഞ്ഞായിരുന്നു ആ കുളത്തിലൊരു എന്തുണ്ടെന്ന്. അത് തന്നെ ഒരു പരസ്യപ്പലക അല്ലേ? ആ പരസ്യപ്പലക നോക്കൂ എന്നാര് പറയുന്നുണ്ട് അവിടെ? ആമ തവളയോട് പറയുകയാണ്, ആ പരസ്യപ്പലക ഒന്ന് നോക്ക്. പരസ്യപ്പലക നോക്കൂ. അവർ തമ്മിൽ കലഹമായി. ഇതും പറഞ്ഞ് അവരെന്തായി? വഴക്കുകൂടി. ഇതും പറഞ്ഞ് അവർ വഴക്കുകൂടി. ഇത് കണ്ട കാക്ക, കഷ്ടം, കലഹം നിർത്തൂ. എന്തൊരു കഷ്ടമായത്. ഈ വഴക്കൊന്ന് നിർത്ത്. ആരാ പറയുന്നേ? കാക്ക പറയാണല്ലേ. കാക്ക പറയാണ്, കഷ്ടം, കലഹം നിർത്തൂ. ബഹളം കേട്ട് ധാരാളം ജീവികൾ ഒത്തുകൂടി. അപ്പോൾ നമ്മുടെ ആമയുടെയും തവളയുടെയും ഈ ഒരു വഴക്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബഹളം കേട്ടിട്ട് കുറേ ജീവികൾ എന്ത് ചെയ്തു? അവിടെ വന്നു, അവിടെ ഒത്തുകൂടി. ആരൊക്കെയാണ് അവർ? നമുക്ക് ആ ചിത്രത്തിൽ കാണാം അല്ലേ? 2 ആനയുണ്ട്, ജിറാഫ്, കാട്ടുപോത്ത്, പുലി, സിംഹം, കുരങ്ങൻ, മുയൽ അല്ലേ? ഇവരെല്ലാവരും ആമേനെയും തവളയും നോക്കിയിരിക്കുന്ന ഒരു ചിത്രം കണ്ടോ? അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്തു? അവിടെ ഒത്തുകൂടി. ഈ ജീവികൾ ചോദിക്കുകയാണ്, ആമയോടും തവളയോടും കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ എന്തിനാണ് കലഹിക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്തിനാ കലഹിക്കുന്നത്? അവിടെ ഒരു ബോക്സ് കണ്ടോ? എഴുതാനായിട്ട് കണ്ടോ? അവിടെ നമുക്ക് എഴുതാം. നിങ്ങൾ തമ്മിൽ എന്തിനാണ് കലഹിക്കുന്നത്? ജീവികൾ ആമയോടും തവളയോടും എന്ത് ചെയ്യാണ്? ചോദിക്കുകയാണ്. ഇത് കേട്ട ആമയും തവളയും ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? ഈ ജീവികളെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് താഴെ കാണാം അല്ലേ? കാണാം. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നേ? ഏതെല്ലാം ജീവികൾ ചിത്രം നോക്കി എഴുതൂ. നമ്മുടെ ഈ ചിത്രത്തിൽ ഏതൊക്കെ ജീവികളെയാണ് കാണുന്നത് അതവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞില്ലയോ ഏതൊക്കെ ജീവികളാണെന്ന് കുറച്ച് മുന്നേ? ടീച്ചർ ഒന്നും കൂടി പറയാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ആനയുണ്ട്, ജിറാഫ്, കാട്ടുപോത്ത്, പുലി, സിംഹം, കുരങ്ങൻ, മുയൽ. ഇത്രയും ജീവികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ആ ബോക്സിൽ എന്ത് ചെയ്യണം? എഴുതണം കേട്ടോ. ശേഷം ചീങ്കണ്ണി വന്നു. ചീങ്കണ്ണി എന്താ പറയുന്നേ? ചീങ്കണ്ണി വന്നു പരസ്യപ്പലക വെട്ടി എഴുതി. ചീങ്കണ്ണി വന്നിട്ട് ആ പരസ്യപ്പലക തിരുത്തി എഴുതി. അന്യർക്ക് പ്രവേശനമില്ല. അതെന്ത് ചെയ്തു? തിരുത്തി എഴുതി. ആരും അന്യരല്ല, എല്ലാവരും എന്താണ്? കൂട്ടുകാരാണ്. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയണം അല്ലേ? നമ്മുടെ പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളും എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് നമ്മളാരും അന്യരല്ല കേട്ടോ. ഇനി ബാക്കി നോക്കിക്കോളൂ. ആന തുമ്പിക്കൈ നീട്ടി ആമയെ എടുത്ത് കരക്കിട്ടു. എല്ലാവരും മൂക്ക് പൊത്തി. എന്തിനാ എല്ലാവരും മൂക്ക് പൊത്തിയേ? വെള്ളമൊന്നും ഇല്ലാതെ ഈ ചെളിവെള്ളത്തിൽ ഈ ചെളിയിൽ കിടക്കുന്ന ഈ ആമയ്ക്ക് വല്ലാത്തൊരു സ്മെല്ലല്ലേ? അതുകൊണ്ടാണ്, വല്ലാത്തൊരു ദുർഗന്ധം, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മണം. അതുകൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്തേ? മൂക്ക് പൊത്തിയത്. അപ്പോൾ അവിടെ ആ ബോക്സിൽ കണ്ടോ ദുർഗന്ധം എഴുതിയിരിക്കുന്ന കണ്ടോ? ബാക്കി 2 ബോക്സിലും കൂടെ നമ്മൾ എന്ത് എഴുതണം? ദുർഗന്ധം. എന്താ എഴുതണ്ടേ? ദുർഗന്ധം. എല്ലാവരും എന്ത് ചെയ്തു? മൂക്ക് പൊത്തി. ചെളിവെള്ളത്തിൻ്റെ മണം. ആ ചെളിവെള്ളത്തിൻ്റെ ഒരു പന്ന മണം അല്ലേ? ചെളിവെള്ളത്തിൻ്റെ മണം. കുളം നിറയണം, മഴ പെയ്യണം, മേഘത്തെ വിളിക്കാം. അങ്ങനെ എന്ത് ചെയ്തു? മഴ പെയ്തു, കുളം നിറഞ്ഞു. അങ്ങനെ മഴ പെയ്തപ്പോൾ കുളം എല്ലാം നിറഞ്ഞു.
പിന്നെയോ എല്ലാവർക്കും ആമയെ ഇഷ്ടമായി. വാ തവളെ പുറത്തു കയറൂ. ആമ ക്ഷണിച്ചു. ആമ നമ്മുടെ തവളയെ ക്ഷണിച്ചു അല്ലേ? വാ തവളെ, എൻ്റെ പുറത്ത് കയറൂ. തവള പുറത്ത് കയറി. പിന്നാലെ മീനുകളുടെ ജലഘോഷയാത്ര അതിഗംഭീരമായി. അതിന് പിന്നാലെ കുളത്തിൽ വെള്ളമൊക്കെ വന്നപ്പോഴേക്ക് മീനുകളൊക്കെ എന്ത് ചെയ്തു? എത്തിയല്ലേ? അപ്പോൾ മീനുകളുടെ ജലഘോഷയാത്ര അതിഗംഭീരമായി, മനോഹരമായി അല്ലേ? അവിടെ ആമയ്ക്കും തവളയ്ക്കും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ടോ? ആമയുടെ അടുത്ത് നമുക്ക് എന്തെഴുതാം? വാ തവളെ പുറത്തു കയറൂ. വാ തവളെ പുറത്തു കയറൂ എന്ന് നമുക്ക് അവിടെ കൊടുക്കാം അല്ലേ? തവളയോ? അപ്പം തവള എന്ത് തിരിച്ചു പറഞ്ഞു കാണും? ശരി കയറാം അല്ലേ? നമുക്ക് പറയാം ശരി കയറാം. താണ്ടേ ചിത്രത്തിൽ കണ്ടോ? അവസാനം താഴെയായിട്ട് കണ്ടോ? നമ്മുടെ ആമയുടെ മുകളിൽ തവള കയറിയിരിക്കുന്നത് കണ്ടോ? അപ്പോൾ തവള എന്ത് ചെയ്തു? ആമയുടെ പുറത്ത് കയറി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ശരി കയറാം. അങ്ങനെ തവള പറഞ്ഞു അല്ലേ? ആരോ പുതിയ പരസ്യപ്പലക വെച്ചു. പുതിയ പരസ്യപ്പലക അവിടെ വെച്ചു അല്ലേ? നമുക്കതിൽ എന്തെഴുതാം? കുളം എല്ലാവരുടെയുമാണ്, മലിനമാക്കരുത്. കുളം എല്ലാവരുടെയുമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? മലിനമാക്കരുത്. നമുക്കിവിടെ ആരെയെല്ലാം കാണാം? താറാവുണ്ട്, കൊക്കുണ്ട്, ആമയുണ്ട്, പിന്നെ കൊഞ്ചുണ്ട്, മുതല, കോഴി, മീൻ, ആന, പാമ്പ് അല്ലേ? ഇവയെല്ലാം നമുക്കിവിടെ കാണാം അല്ലേ? ഈ ചിത്രത്തിൽ ഈ ഒരു പേജിലായിട്ട് നമുക്ക് ഇവയെല്ലാം കാണാം. കുളം ആരുടെയെല്ലാം? അടുത്ത ചോദ്യം കണ്ടോ? കുളം ആരുടെയെല്ലാം? ആരുടെയൊക്കെയാണ് കുളം? ആരുടെയൊക്കെയാ? കൊക്ക്, ആമ, കൊഞ്ച്, മുതല, കോഴി, താറാവ്, മീൻ, ആന, പാമ്പ്, ഇവരുടെ എല്ലാം ആണല്ലേ കുളം? അതെ ആണ്, എല്ലാവരുടെയുമാണ് കുളം. തൊട്ട് താഴെയായിട്ട് ജീവികളെ തരംതിരിക്കാം, എഴുതാം. ഒരു ബോക്സ് കണ്ടോ? നോക്കിക്കോളൂ. ജലത്തിൽ മാത്രം ജീവിക്കുന്നവ. നമ്മുടെ വെള്ളത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ ആരൊക്കെയാണെന്ന് അവിടെ എഴുതേണ്ടേ? ആരൊക്കെയാണ്? മീനുണ്ട്, കൊഞ്ച്, ഡോൾഫിൻ, തിമിംഗലം. നമുക്ക് അവയെല്ലാം അവിടെ എഴുതാം അല്ലേ? മീൻ, കൊഞ്ച്, ഡോൾഫിൻ, തിമിംഗലം. ഇനി അടുത്ത ബോക്സോ? ജലത്തിലും കരയിലും ജീവിക്കുന്നവ. വെള്ളത്തിലും കരയിലും നമ്മുടെ ഭൂമിയിലും ജീവിക്കുന്നവ അല്ലേ? ജലത്തിലും കരയിലും ജീവിക്കുന്നവ. ഏതൊക്കെ ജീവികളുണ്ട്? ആമ, തവള, മുതല, താറാവ്, കൊക്ക്. അപ്പം ആരൊക്കെയാണ്? ആമ, തവള, മുതല, താറാവ്, കൊക്ക്. അത് നമ്മൾ അവിടെ എഴുതണം കേട്ടോ. ഇനി അടുത്ത എന്താ? കരയിൽ മാത്രം ജീവിക്കുന്നവ. കരയിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെ ജീവികളാണ്? ഇഷ്ടം പോലെ ഉണ്ടല്ലേ? പശു, ആട്, മുയൽ, നായ, പൂച്ച, ഇഷ്ടം പോലെ ഉണ്ടല്ലേ? അപ്പോൾ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവികളുടെ പേര് നമ്മൾ ആ കോളത്തിൽ എഴുതണം. എല്ലാവരും എഴുതിയോ? പൂർത്തിയാക്കിയോ? ടീച്ചർ ഒന്നും കൂടി വായിക്കാം. ജലത്തിൽ മാത്രം ജീവിക്കുന്നവ: മീൻ, കൊഞ്ച്, ഡോൾഫിൻ, തിമിംഗലം. ജലത്തിലും കരയിലും ജീവിക്കുന്നവ: ആമ, തവള, മുതല, താറാവ്, കൊക്ക്. കരയിൽ മാത്രം ജീവിക്കുന്നവ: പശു, ആട്, മുയൽ, നായ, പൂച്ച. എല്ലാവർക്കും മനസ്സിലായോ? ശരിയായ രീതിക്ക് നേരെ ടിക്ക് അടയാളം നൽകുക അല്ലേ? നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടി പല്ല് തേക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാം. പക്ഷെ അവിടെ വെള്ളം പാഴാക്കുന്നുണ്ടല്ലേ? ജലം പാഴാക്കുന്നുണ്ട്. ടാപ്പ് തുറന്നിട്ടിരിക്കുകയല്ലേ? അപ്പോൾ അവിടെ ജലം പാഴാക്കുന്നു. അത് ശരിയായ രീതിയാണോ? അല്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണ്ട? ടിക്ക് മാർക്ക് കൊടുക്കണ്ട. അടുത്ത എന്താ? കാറ് കഴുകാൻ വേണ്ടിയിട്ട് ഓസ് എന്ത് ചെയ്തിരിക്കുന്നു? ഓസിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഇല്ല. ഫോണിൽ നോക്കിയിരിക്കുന്നല്ലേ? അതല്ലേ നമ്മൾ കാണുന്നത്. അപ്പം അത് ശരിയായ രീതിയാണോ? അല്ലല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ടിക്ക് ചെയ്യണോ? വേണ്ട. ഇനി അടുത്ത് നോക്കിക്കോളൂ. നമുക്ക് അടുത്തതായിട്ട് ഒരു കുട്ടി ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന ചിത്രം കാണാം അല്ലേ? അത് ശരിയായ രീതിയല്ലേ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. പിന്നീട് അടുത്ത ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നേ? ടാപ്പിൽ ബക്കറ്റിൽ എന്ത് ചെയ്യുക? വെള്ളം പിടിക്കുകയാണല്ലേ? ടാപ്പ് തുറന്നു വിട്ട് ബക്കറ്റിൽ വെള്ളം പിടിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം നിറഞ്ഞ് കവിയുന്നുണ്ടല്ലേ? പുറത്തോട്ട് വെള്ളം പോകുന്നുണ്ട്. അവിടെ ജലം പാഴാക്കുകയാണ്. പാഴായി പോവുകയല്ലേ അവിടെ? അതെ. അപ്പോൾ നമുക്ക് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കണോ? വേണ്ട. അപ്പം ഇവിടെ എത്ര എണ്ണം ശരിയുണ്ട്? ഒരെണ്ണം. ഏതാണത്? ഒരു കുട്ടി ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന ചിത്രം. ഒരു ചിത്രത്തിന് നേരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക.
എന്നിട്ട് താഴെ നമുക്ക് എന്തെഴുതാം? ജലം പാഴാക്കരുത് അല്ലേ? ജലം അമൂല്യമാണ്. നമ്മൾ ജലം പാഴാക്കാൻ പാടുണ്ടോ? ഇല്ല. ജലം പാഴാക്കരുത്. പദക്കേളി നോക്കിക്കോളൂ. പൂരിപ്പിക്കാമോ? നമ്മളോട് പൂരിപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുക അല്ലേ? നമുക്ക് പൂരിപ്പിച്ച് നോക്കാം. നോക്കിക്കോളൂ. വെള്ളം കെട്ടിക്കിടന്നാൽ പെരുകും. വെള്ളം കെട്ടിക്കിടന്നാൽ പെരുകുന്ന എന്താ? കൊതുക്. എന്താണ്? കൊതുക്. വെള്ളം കെട്ടിക്കിടന്നാൽ പെരുകും കൊതുക്. ചെമ്മീൻ എന്നും പേരുണ്ട്. എന്തെന്നും പേരുണ്ട്? ചെമ്മീൻ എന്നും പേരുണ്ട്. എന്താണത്? കൊഞ്ച്. എന്താണ്? കൊഞ്ച്. ദേഹത്തെല്ലാം മുള്ളുപോലുണ്ട്, കരയിലും ജലത്തിലും ജീവിക്കും. ആരാണ്? ചീങ്കണ്ണി. ആരാണ്? ചീങ്കണ്ണി. ഒരു കഥയിൽ മുയലിനെ പരാജയപ്പെടുത്തി. നമുക്ക് എല്ലാ കഥയും അറിയാം. ഒരു ഓട്ട മത്സരമാണ്. ഓർമ്മയുണ്ടോ? ഒരു കഥയിൽ മുയലിനെ പരാജയപ്പെടുത്തി. ആരാണിത്? ആമ. ആരാണ്? ആമ. അടുത്ത് നോക്കിക്കോളൂ. വെള്ളത്തിൽ കൂടുതലായി കാണുന്ന ജീവി. ചെതുമ്പലുകൾ ഉണ്ട്. വെള്ളത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണാം, അതിന് ചെതുമ്പലും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ആരാ അത്? മീൻ. ആരാണ്? മീൻ. ഒരു മീനിൻ്റെ പേര്. ഒരു മീനിൻ്റെ പേരാണത്. മാനത്തുകണ്ണി. എന്താണ്? മാനത്തുകണ്ണി. ചിത്രത്തിൽ എന്തൊക്കെ? പാഠപുസ്തകം പേജ് 69 നോക്കൂ. എല്ലാവരും പാഠപുസ്തകത്തിലെ പേജ് 69 ശ്രദ്ധിച്ചോളൂ കേട്ടോ. ചിത്രത്തിൽ കണ്ട കാഴ്ചകൾ എഴുതൂ. നമ്മൾ ആ പേജിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്? അത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പോയിൻ്റായിട്ട് എഴുതണം. എന്തൊക്കെയുണ്ട് അവിടെ? മഴ പെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്ന മേഘങ്ങളെ കാണാം, പുഴയിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നത് കാണാം അല്ലേ? ചിരിക്കുന്ന മുത്തശ്ശിയെ കാണാം, പിന്നെ മഴ നനഞ്ഞ് കളിക്കുന്ന കുട്ടികളെ കാണാം, ചിരിക്കുന്ന തവളയെ കാണാം, സന്തോഷിക്കുന്ന നെൽച്ചെടികളെ കാണാം, മഴ നോക്കി നിൽക്കുന്ന പശുവിനെയും കാണാം അല്ലേ? അപ്പോൾ നമുക്കവിടെ എന്തൊക്കെ എഴുതാം? മഴ പെയ്യുന്നു, സന്തോഷിക്കുന്ന മേഘം, പുഴയിൽ വെള്ളം നിറഞ്ഞു, ചിരിക്കുന്ന മുത്തശ്ശിയെ കാണാം, മഴ നനഞ്ഞ് കളിക്കുന്ന കുട്ടികൾ, ചിരിക്കുന്ന തവള, സന്തോഷിക്കുന്ന നെൽച്ചെടി, മഴ നോക്കി നിൽക്കുന്ന പശു. ഇവയെല്ലാം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ആ പാഠപുസ്തകത്തിലെ ആ ചിത്രത്തിൽ നമുക്ക് കാണാം. തൊട്ട് താഴെയായിട്ട് കണ്ടോ? ഉത്തരം പറയാമോ? പറയണേ, ഡിസൻ്റെ കൂടെ പറയണേ. 6 കാല്, കണ്ണ് 2, പിന്നോട്ടാണ് നടത്തം. എന്താണത്? 6 കാല്, കണ്ണ് 2, പിന്നോട്ടാണ് നടത്തം. അതെ, ഞണ്ട്. ഞണ്ട്. എന്താണ്? ഞണ്ട്. രണ്ടാമത്തത്, അകത്തിരുന്ന് പുറത്തേക്ക് തല നീട്ടി. അത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അകത്തിരുന്ന് പുറത്തേക്ക് തല നീട്ടി. ആരാണ്? ആമ. ആരാണ്? ആമ. ഒരമ്മ പെറ്റ മക്കളെല്ലാം ചാടിച്ചാടി. ഒരമ്മ പെറ്റ മക്കളൊക്കെ ചാടിച്ചാടി. ആരാണ്? തവള. അതെ, തവള. ജനനം ജലത്തിൽ, സഞ്ചാരം വായുവിൽ. ജനിക്കുന്നത് എവിടെയാ? ജലത്തിലാണ്. സഞ്ചാരമോ? വായുവിൽ. ആരാ അത്? നമ്മുടെ വീട്ടിലൊക്കെ വരും അത്. ആരാ അത്? കൊതുക്. ആരാണ്? കൊതുക്. ജനനം ജലത്തിൽ, സഞ്ചാരം വായുവിൽ. കൊതുക്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മക്കളുമാരും അഭിപ്രായങ്ങൾ പറയണേ. താങ്ക്